ദേവാ എനിക്ക് കോളിഫ്ലവർ പൊരിച്ചാലോ? ഓക്കെ, ഇപ്പം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇത് മുറിച്ചിടണം. കോളിഫ്ലവർ ഇങ്ങനെയാണ് കേട്ടോ മുറിക്കണ്ടേ. എന്നിട്ട് അത് തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വെക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ജാറിലിട്ടിട്ടുണ്ട്, അരച്ചിട്ട് വരാം. എന്നിട്ട് കോളിഫ്ലവർ കഴുകിയിട്ട് ഉപ്പിടുക. എന്താ പറയുന്ന മോള്? കൊക്ക ഇതാ കോളിഫ്ലവർ പറഞ്ഞേ. ഇത് ഉപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ മസാല പരക്കാം. പാത്രത്തിൽ ആദ്യം കോൺഫ്ലവർ ഇടുക. അതിനുശേഷം ഒരു നുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടി ആവശ്യത്തിന് എരിവിനിടുക. കുരുമുളക് പൊടി ഇടാം കേട്ടോ. പിന്നെ ചിക്കൻ മസാല 2 മുട്ട ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് അതും കൂടി ഇട്ട് കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കുക. അതിന് ശേഷം ഏതാന്ന് വെച്ചാൽ പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റവ് കത്തിച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടായി വരുമ്പം കോളിഫ്ലവർ ഓരോന്നോരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്നിച്ചിടാൻ പാടില്ല. എണ്ണയിൽ കൊള്ളുന്ന രീതിയിൽ ഓരോന്നായിട്ടിട്ട് കറിവേപ്പില ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത് മറിച്ചിടുക. അതിന് ശേഷം മറ്റേ ഭാഗവും നല്ല പൊരിച്ചെടുക്കുക. ചിക്കനാണോ? അതെല്ലേ, ചിക്കൻ, കോളിഫ്ലവർ ചിക്കൻ. ഇതാടാ കോഴിക്കാലോലി ഉണ്ടണ്ടാ. അങ്ങനെ ബാക്കിയുള്ളതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് പറയാ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്നാ വെച്ചെനിക്ക് വേണാ വരെ പൊള്ളിയാ ദാ തിന്നോ കോഴിക്കാര്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഏതായാലും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, കൂട്ടത്തിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.